CPIM കൊല്ലം സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ടിൽ പ്രാദേശിക വിഭാഗീയതയും പാർലമെന്ററി വ്യാമോഹവും പറയുന്നതിനൊപ്പം ചില ഗുരുതര വിമർശനങ്ങളുമുണ്ട്. സഹകരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ എന്ന വിലയിരുത്തൽ അല്പം ദീർഘമാണ്. വലിയ ലോണുകൾ വാങ്ങി തിരിച്ചടയ്ക്കാത്ത നേതാക്കളെയും ലോൺ സംഘടിപ്പിച്ചു നൽകുന്ന നേതാക്കളും പണം കൈവശപ്പെടുത്തുന്ന നേതാക്കളെക്കുറിച്ചും പരാമർശമുണ്ട്. കരുവന്നൂർ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന ചുരുക്കം. പണത്തോടുള്ള ആർത്തി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം അവസാനിക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള നേതാക്കളുടെ ബന്ധം പറഞ്ഞാണ്. ഇനി പൊതുചർച്ചയിലേക്ക് വന്നാൽ ആശാവർക്കർമാരെ അധിക്ഷേപിക്കുന്നവർക്കും ആശാസമരത്തെ അവഗണിക്കുന്നതിലും കടുത്ത വിമർശനം ഉയരുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സർക്കാർ വെള്ളത്തിൽ നഞ്ചു കലക്കുകയാണെന്നാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി PB ഹർഷകുമാറിന്റെ വിമർശനം. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയും പാർട്ടി സെക്രട്ടറിയെ വിമർശിച്ചുമായിരുന്നു പൊതുചർച്ച. തിരുത്താൻ ഏറിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഇടത് നിരീക്ഷകൻ M. ജയചന്ദ്രൻ, N. ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ, ജോർജ് പൊടിപാറ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ M. ജയചന്ദ്രനിലേക്കാണ്. ശ്രീ ജയചന്ദ്രൻ, സംഘടനാ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. താങ്കളും അത് വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അതിലെ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനമായി താങ്കൾക്ക് തോന്നിയത് എന്താണ്? ഇതിൻ്റെ പൊതുവിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടെ വന്ന വാർത്തകളെ ആസ്പദമാക്കിയുള്ള ചർച്ചകളോ അല്ലെങ്കിൽ സംഘടനാ റിപ്പോർട്ടോ അല്ല യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ചില അംശങ്ങൾ മാത്രമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതടക്കമുള്ള വാർത്തകൾ അതിൻ്റെ ചില അംശങ്ങൾ മാത്രമാണ്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതല്ല. വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഈ 2022 സമ്മേളനത്തിന് ശേഷം, സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഇപ്പോൾ കൊല്ലം സമ്മേളനം ചേരുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനാനുഭവങ്ങളാണ് ആ റിപ്പോർട്ടിലുടനീളം പരിശോധിക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അതിൽ തുടർഭരണത്തിൻ്റെതായിട്ടുള്ള ദുഷിപ്പുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അത് തിരുത്തേണ്ട പ്രവണതയാണ്. ആ പ്രവണത അതെങ്ങനെയൊക്കെയാണ് തിരുത്തേണ്ടത് എന്നുള്ളതിനാണ് പ്രധാനമായൊരു ഊന്നൽ കണ്ടത് അതിൽ. അപ്പോൾ പിന്നീട് വന്നൊരു ഭാഗമാണ് പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച. അത് ചെറിയ ചോർച്ചയല്ല, വലിയ തരത്തിലുള്ള ചോർച്ച ഉണ്ടായത്. അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായും പരിശോധിക്കപ്പെടുന്നുണ്ട് അതിൽ. ആ പ്രശ്നങ്ങൾ ഇത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പ്രധാനപ്പെട്ട സംഗതി പാർട്ടി കാണുന്ന കാഴ്ചപ്പാട് തുടർഭരണം, അടുത്ത 3ാം വട്ടവും LDF അധികാരത്തിൽ വരിക എന്നുള്ളത്. അത് സംബന്ധിച്ചുള്ള നിലവിലുള്ള പ്രതിസന്ധികൾ എങ്ങനെ, അതിനെ മറികടക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇത്തരം നിർദ്ദേശങ്ങൾ അതിൽ പ്രതിനിധികളുടെ ചർച്ച ആവശ്യമുണ്ട് എന്നുള്ള നിർദ്ദേശങ്ങളടക്കമുള്ള വേറൊരു സംഗതി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ കാണുന്നത്. ഈ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല എന്നർത്ഥമില്ല അതിന്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച അടക്കമുള്ള വിവിധ വിഷയങ്ങൾ സ്പർശിച്ചു പോകുന്നുണ്ട്, പറയുന്നില്ല. തുടർഭരണത്തിന്റെ ദുഷിപ്പുകൾ എന്ന് പറയുമ്പോൾ തുടർഭരണത്തിൽ വന്നിരിക്കുന്ന ദുഷിപ്പുകൾ എന്നാണെന്ന് മനസ്സിലാക്കുന്നത്? എനിക്ക് കിട്ടിയ ഭാഗത്തിൽ അത്തരം കാര്യങ്ങളല്ല. അല്ല, ഞാനതാ പറഞ്ഞത്. അത് വന്നിട്ടില്ല. അത് പല ചാനലുകളുടെയും ചർച്ചയിൽ അതൊന്നും കണ്ടിട്ടില്ല ഞാൻ. അത് തുടർഭരണത്തിൻ്റെ ദുഷിപ്പുകൾ പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹകരണ മേഖലയിലുണ്ട്, മറ്റു ചില മേഖലകളിലുണ്ട്. കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള നേതാക്കളുടെ ബന്ധം ഭദ്രമായി കൊണ്ടുപോകാൻ ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ടുള്ള ബന്ധം അത് പാലക്കാട് പ്ലീനത്തിലടക്കം പറഞ്ഞ മുന്നറിയിപ്പാണ്. പക്ഷെ അത് തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വിമർശനം വീണ്ടും ആവർത്തിക്കേണ്ടി വരുമ്പോൾ. അല്ല, കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം എന്നൊരു പരാമർശം ഞാൻ കണ്ടില്ല അതിൽ. അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഈ പാർട്ടിക്ക് നിരക്കാത്ത പ്രവണതകൾ എന്നുള്ളതിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ് സ്വാഭാവികമായിട്ടും. അത് വരേണ്ടതുമാണ്. അത് അങ്ങനെ തന്നെയാണ് കൺസീവ് ചെയ്തിട്ടുള്ളതും. അത് വരുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ ആ തരത്തിൽ പറയുന്നില്ലെങ്കിലും താങ്കൾ പറഞ്ഞ ആശയം തന്നെ കൊട്ടേഷൻ സംഘം എന്ന രൂപത്തിലല്ല തുടങ്ങുന്നത്. ഞാൻ ആ ഭാഗം വായിക്കാം. ശ്രീ ജയേന്ദ്രൻ, പണത്തോടുള്ള ആർത്തി എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി വരുന്നത്. തുടർച്ചയായി അധികാരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് കഴിയണം. താങ്കൾ ഈ പറഞ്ഞ ഒരു കാര്യമാണ്. തുടർഭരണത്തിൽ ദുഷിപ്പിൽ വേണമെങ്കിൽ അത് പെടുത്താം. രാഷ്ട്രീയ അധികാരത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപെടുന്ന പ്രവണത നേരിട്ടും അല്ലാതെയും ഉണ്ട് എന്ന കാര്യം പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്.
കൊട്ടേഷൻ സംഘങ്ങൾ പലയിടത്തുമുണ്ട്. പാർട്ടി മെമ്പർമാർ ഇത്തരം ഇടപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പാലക്കാട് പ്ലീനം നേരത്തെ തന്നെ നിർദ്ദേശിച്ചതാണ്. ഇത്തരക്കാർ പാർട്ടിയിൽ കടന്നു വരുന്ന സ്ഥിതിയുണ്ട്. അതായത് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. അവരുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്നവരുമുണ്ടെന്ന പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശരിയായ പരിശോധനയ്ക്ക് വിധേയമാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ നമുക്ക് കഴിയണം. ഇതാണ് ആ ഭാഗം. അല്ല, അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഞാൻ കണ്ട ഏറ്റവും നിർണായകമായ ഒരു പരാമർശമായിട്ട് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ തുടർഭരണത്തിലെ ദുഷിപ്പുകളുണ്ടല്ലോ, അതുപോലുള്ള ഒട്ടനവധി തെറ്റായ പ്രവണതകൾ, ആ പ്രവണതകൾ ഉള്ളത് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. പക്ഷെ അത് തിരുത്താൻ നടത്തിയ ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നുള്ള സ്വയം വിമർശനം അത് വളരെ പ്രധാനമാണ്. തങ്ങൾ നടത്തിയ ശ്രമം, പാർട്ടി ആസ് എ ഹോൾ നടത്തിയ ശ്രമം വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നൊരു സ്വയം വിമർശനം വളരെ സജീവമായി അതിൽ ഉന്നയിക്കുന്നുണ്ട്. ആ തിരുത്തൽ വരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാഴ്ചപ്പാടും പങ്കുവെക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയൊരു സംഗതി. ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് തങ്ങൾ നടത്തിയ ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നുള്ള ആ സ്വയം വിമർശനം വളരെ അർത്ഥവത്തായിട്ടുള്ള സംഗതിയാണ്. അത് പല ജില്ലകളിലും നമ്മളത് കാണുന്നുണ്ട്. അതിനെ അങ്ങനെ തുടരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് താക്കീത് പോലെ തന്നെയാണ് പാർട്ടി സംഘടനയ്ക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി അതിൽ പറയുന്നത്. അപ്പോൾ അതിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആ ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് എന്നാണ് വൈകുന്നേരം നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. ആ ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതേതെങ്കിലും സെക്രട്ടറിയുടെ പ്രവർത്തനം വേണ്ടത്ര ഫലപ്രദമായില്ല എന്നുള്ള നിലയിൽ കോർണർ ചെയ്തുള്ള പ്രവർത്തനങ്ങളല്ല. ഇതുപോലെ തന്നെ പാർട്ടി ആഗ്രഹിച്ച രീതിയിൽ തെറ്റുതിരുത്തൽ നടക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് സംബന്ധിച്ച് തന്നെ ചില വിമർശനങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഉള്ളൊരു കാര്യം ഈ പാർലമെന്റിലെ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ തോൽവിയിൽ പറയുന്ന പ്രധാനപ്പെട്ട അക്കമിട്ട് എണ്ണി പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഈ സർക്കാർ ജീവനക്കാരിലെ അസംതൃപ്തി, DA കുടിശ്ശികയുടെ പ്രശ്നം, പിന്നെ ഈ ക്ഷേമ പെൻഷനുകൾ സമയത്ത് കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയിട്ടതിന്റെ പ്രശ്നം, 3, പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികളെ അവഗണിച്ചതായി ആ മേഖലയിൽ വ്യാപകമായി അവർക്കിടയിൽ പാർട്ടി നേതാക്കൾക്ക് തന്നെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വിയോജിപ്പുകൾ. ഇത് പ്രധാനപ്പെട്ടൊരു കാരണമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക്. ഒപ്പം തന്നെ ജാതി വർഗീയ കൂട്ടായ്മ വലിയ തോതിൽ പാർട്ടിക്കെതിരായി ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യം ഒന്ന് എടുത്തു പറയുന്നുണ്ട്. ഇത്രയും കാലമായിട്ട്, അതായത് പ്രഥമ കേരള ഗവൺമെന്റ് മുതൽ ഈ കഴിഞ്ഞ 2024 പാർലമെന്റ് ഇലക്ഷൻ വരെയുള്ള രംഗത്ത് കാണാത്ത തരത്തിലുള്ള ഒരു ജാതി മത വർഗീയ കൂട്ടുകെട്ട് പ്രത്യേകമായി ഫോം ചെയ്തതിന്റെ ഇഷ്യൂസ്, ഇത്തരം കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും പരിഗണിക്കണം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയ കാര്യം. അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം രണ്ടാം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങളായി തന്നെ അതിനെ കാണണം. അതോടൊപ്പം തന്നെയാണ് ഈ ആശാസമരത്തെ പരിഹസിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട CITU നേതാക്കളായാലും ആരോഗ്യമന്ത്രിയായാലും അതിനോട് പ്രതികരിച്ചത് ഏത് രൂപത്തിലാണെന്ന് കാണാം. ആശാസമരവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തന്നെ വിവിധ സംഘടനകളിൽ നിന്ന്, വിവിധ നേതാക്കളിൽ നിന്ന്, സാംസ്കാരിക പ്രവർത്തകരിൽ നിന്ന് അവർക്ക് വലിയ പിന്തുണ ലഭിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രശ്നം കൂടിയുണ്ട്. അതുകൂടി ഇന്നത്തെ പൊതു ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്നു. വെള്ളത്തിൽ നഞ്ചു കലക്കുന്ന രൂപത്തിലാകുന്നു ആ തീരുമാനം എന്നാണ് ഒരു പ്രതിനിധി അതിനോട് പ്രതികരിച്ചത്. ഞാൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. ശ്രീകുമാർ, ഇന്നത്തെ പൊതുചർച്ച, അതിനു മുമ്പ് പുറത്തു വന്നിരിക്കുന്ന സംഘടനാ റിപ്പോർട്ട്, CPM-ൽ ഉള്ള ഒരു രീതിയാണ് സ്വയം വിമർശനം എന്നുള്ളത്. ആ സ്വയം വിമർശനം അതിശക്തമായ വിമർശനങ്ങൾ തന്നെ നടത്തുന്നു. അങ്ങനെ ഒരു വിമർശനം കോൺഗ്രസ് എന്ന പാർട്ടി അതിനകത്ത് നടത്തുന്നുണ്ടോ എന്ന ചോദ്യം അപ്പുറത്തുണ്ട്. ഒരു താരതമ്യം നടത്തുമ്പോൾ CPM-നെ സംബന്ധിച്ച് കടന്നു വന്ന പ്രവണതകളെ നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ തിരുത്തലുകൾ നടത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യവും അപ്പുറത്ത് നിൽക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഈ സംഘടനാ റിപ്പോർട്ടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? നോക്കൂ സ്മൃതി, CPM-ൻ്റെ പോലെ സംഘടനാപരമായി മികവുറ്റ രീതിയിൽ സമ്മേളനം നടത്താൻ പറ്റാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കാരണം അത്രയും ചിട്ടയായ ഒരു സംവിധാനം അവർക്കുണ്ട്. പക്ഷേ ആ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് പാർട്ടിയിലെ നേതാക്കളെ തിരുത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഈ സമ്മേളനത്തിന് ഉയരുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി ഏതാണ്ട് ഏകപക്ഷീയമായി ഒരു ആളുടെ നേതൃത്വത്തിൽ വിശ്വസിച്ച് മുന്നേറുന്നു എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവരും ഒരാളുടെ ആളാകുമ്പോൾ ആർക്കെതിരെയും നടപടിയെടുക്കാൻ കഴിയില്ല.
മറിച്ച് ഇതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ പാർട്ടിയിലെ ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യാൻ ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. ആ വിഭാഗം അസ്തമിച്ച ശേഷം ഇന്ന് ശ്രീ ഗോവിന്ദ മാഷ് പറഞ്ഞ സ്വയം വിമർശനം എന്ന് പറയുന്നത് ഏതൊരു സമ്മേളനത്തിലും പ്രവർത്തകരും പ്രതിനിധികളും അവരുടേതായ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാറുണ്ട്. അത് പക്ഷേ ഏറ്റവും ഉന്നതനായ നേതാവിൻ്റെ അരികത്ത് പോലും എത്താത്ത അവസ്ഥയിലാകുമ്പോൾ അത് നിഷ്ഫലമാകും. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് എല്ലാവരും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ ശ്ലാഘിച്ചു, പുകഴ്ത്തി. പക്ഷേ മറ്റ് പല മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉയരുന്നില്ല. ഇത് ഏത് രീതിയിലേക്കാണ് പുറത്തു വന്നതെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുഭരണ വകുപ്പാണ്. പൊതുഭരണ വകുപ്പിലെ IAS തലപ്പത്തുള്ള അടി മുതൽ ഇങ്ങോട്ട് നമ്മൾ തുടങ്ങണം. പോലീസ് സംവിധാനത്തിലെ പിഴവും അതുപോലെ തന്നെ മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ച് ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സാമാന്യ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് എല്ലാവരും വിമർശിക്കപ്പെടേണ്ടതാണ്, ശരിയാണ്, വിമർശിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ വിമർശനം ഏത് രീതിയിലാണെന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം. രണ്ട് രീതിയിലുള്ള വിമർശനം ഉണ്ടല്ലോ. തലോടിക്കൊണ്ടുള്ള വിമർശനമാകാം. കാരണം ഒരാൾ കേമനാണ്, പക്ഷേ അയാളുടെ കേമത്വം പൂർണ്ണമായും ഫലപ്രദമാകാത്തത് ഒപ്പമുള്ളവർ വേണ്ടത്ര മിടുക്കന്മാരല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാമല്ലോ. പക്ഷേ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് നടക്കുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ സമയത്താണ്. അതുകൊണ്ട് ഈ പാർട്ടി ഏത് രീതിയിലുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്താലും അത് ഫലപ്രദമാകണമെന്നില്ല. കാരണം അധികം നാളില്ല. ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പാർട്ടി സമ്മേളനങ്ങൾ സാധാരണ ചർച്ച ചെയ്യുക. അങ്ങനെ വരുമ്പോൾ പാർട്ടി സമ്മതിച്ചത് എന്താണ്? പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയത. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമ്മതിക്കേണ്ടി വന്നത്? അത് പ്രകടമായി നമ്മൾ കണ്ടതുകൊണ്ടാണ്. കരുനാഗപ്പള്ളിയിലേക്ക് ഏരിയ കമ്മിറ്റിയിലേക്ക് മാർച്ച് നടത്തിയ CPM പ്രവർത്തകരെ, കൊഴിഞ്ഞമ്പാറയിൽ ബദൽ സമ്മേളനം നടത്തിയ CPM പ്രവർത്തകരെ, വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മൾ ചാനലുകളിൽ കണ്ടതാണ്. ഇതൊക്കെ സംഘടനാ റിപ്പോർട്ടിലുണ്ട് കേട്ടോ. അതൊന്നും മറച്ചു വെക്കുന്നില്ല, അതൊക്കെ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അല്ല, മറച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല, മറച്ചു വെക്കാൻ അത് ഞാൻ പറഞ്ഞത്, അത് മറച്ചു വെക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ സ്മൃതിക്ക് വ്യക്തമായില്ലെന്ന് തോന്നുന്നു. അതായത് ഇത്തരം കാര്യങ്ങൾ പ്രകടമായതുകൊണ്ട് ഏരിയ കമ്മിറ്റി ആഫീസിലേക്ക് ഏരിയ നേതാക്കൾ പ്രകടനം നടത്തിയത് കൊണ്ടാണ് വിഭാഗീയത ഉണ്ടെന്ന് പാർട്ടിക്ക് രേഖയാക്കി ആക്കേണ്ടി വന്നത്. നേരെ മറിച്ച് മറ്റുള്ള നേതാക്കളിൽ ഇതില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് നേതാക്കൾക്ക് അവരുടെ നടപടി എടുത്തിട്ടുണ്ടില്ലേ? ആ നടപടി എന്തിനായിരുന്നു? EP ജയരാജനെ എന്തിനാണ് LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയത്? ചില MLA-മാരെയും ചില ജില്ലാ നേതാക്കളെയും എന്തിനാണ് തരം താഴ്ത്തിയത്? ഇതൊക്കെ അതിൽ പെടേണ്ടതല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ് അവർ പറയാത്തത്? കാരണം അത് പ്രകടമല്ല. അത് പാർട്ടി പറഞ്ഞ കാര്യവും നമ്മൾ പത്രങ്ങൾ ഊഹിച്ചെടുത്ത, ചാനലുകൾ ഊഹിച്ചെടുത്തതും അല്ലാത്തതുമായ പല കാരണങ്ങളാണ്. പക്ഷെ ഒക്കെ ശരിയായിരുന്നു, പക്ഷെ പ്രകടമല്ല. ഏരിയ കമ്മിറ്റിയുടെ പ്രകടനങ്ങൾ പോലെ പ്രകടമല്ലാത്തതുകൊണ്ട് അത് രേഖയിൽ ഉണ്ടാവില്ല. മറിച്ച് രേഖയിൽ ഉണ്ടാവേണ്ട കാര്യം എന്തായിരുന്നു? പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ പോലെ തുടർ ഭരണത്തിലെ അനഭിലഷണീയ പ്രവണതകൾ. ആ അനഭിലഷണീയ പ്രവണതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ അവർ വേറൊരു തുടർഭരണം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുക? ജയരാജുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, ഓരോ നേതാക്കളെ കുറിച്ചുള്ള വിലയിരുത്തലിൽ പറയുന്ന ഭാഗം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാ രംഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കർഷക മുന്നണി രംഗത്ത് സഹായിക്കാറുണ്ട്. വിവിധ സബ് കമ്മിറ്റികളുടെയും ഫ്രാക്ഷനുകളുടെയും ചുമതല നിർവഹിക്കുന്നുണ്ട്. യുവജന രംഗം, സഹകരണ സംഘം എന്നിവയുടെ ചുമതലയുണ്ട്. ഇടക്കാലത്ത് പ്രവർത്തനങ്ങളിൽ സജീവമല്ലാത്ത നിലയുണ്ടായിരുന്നു. LDF കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. സമ്മേളന ഘട്ടത്തിൽ സജീവമായ രംഗത്തുണ്ട്. ഇതാണ് EP കുറിച്ചുള്ള പരാമർശം. നോക്കൂ സ്മൃതി, നമ്മൾ EP ജയരാജൻ്റെ LDF കൺവീനർ സ്ഥാനത്തേക്ക് അദ്ദേഹം വന്ന കാലം തൊട്ട് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഈ സമ്മേളനക്കാലത്ത് നന്നായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്താതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അദ്ദേഹവും EP ജയരാജനും പിണറായി വിജയനൊക്കെ AK ബാലനൊക്കെ ഒരേ നിരയിലുള്ളവരാണ്. EP ജയരാജനെ ശരിക്കും പാർട്ടി സത്യസന്ധമായി വിലയിരുത്തുകയാണെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലാതെ നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ടല്ലോ. അദ്ദേഹം ഗോവിന്ദ മാഷ്ട ജാഥയിൽ നിന്ന് വിട്ടുനിന്നില്ലേ? തൃശ്ശൂർ വരെ LDF-ൻ്റെ ഒരു സമരത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നില്ലേ? അതുമാത്രമല്ല, അദ്ദേഹം BJP നേതാവിനെ കണ്ടതുമായിട്ടുള്ള പ്രശ്നങ്ങളും LDF കൺവീനർ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റിയതും പുസ്തക വിവാദവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ പാർട്ടി മറച്ചു വെച്ചുകൊണ്ട് സമ്മേളനകാലത്ത് ഗംഭീരമായി പ്രവർത്തിച്ചെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ പാർട്ടി അതങ്ങ് മയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പാർട്ടി 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്തെന്നാണ്? പാർട്ടി ഇപ്പോൾ മധ്യവർഗത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം.
അപ്പോൾ നോക്കൂ, ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ തൊഴിലാളി വർഗമുണ്ടായി, അടിസ്ഥാന വർഗമുണ്ടായി, ഇപ്പം മധ്യവർഗമുണ്ടായി. നാളെ സമ്പന്ന കേരള സമൂഹം മധ്യവർഗമായി മാറി എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ശ്രീ എൻ ശ്രീകുമാർ, അതെ, മധ്യവർഗമല്ല, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ മധ്യവർഗം. മധ്യവർഗം എപ്പോഴാണ് കേരളത്തിൽ ഇല്ലായിരുന്നത്? അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണല്ലോ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ അതിദാരിദ്ര്യത്തിന് ഈ മധ്യവർഗം എന്ന് വെച്ചാൽ എന്താ സ്മൃതി? KSRTC ജീവനക്കാരനും മധ്യവർഗത്തിൽ പെടുന്നതല്ലേ? അയാൾക്ക് ശമ്പളം ഉണ്ടോ? നേരെ മധ്യവർഗം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ശരാശരി മനുഷ്യൻ്റെ ജീവിതം, ഒരു ശരാശരി ജീവിത നിലവാരം പുലർത്തുന്ന മനുഷ്യനാണ് ഇന്ന് മധ്യവർഗം. ആ മധ്യവർഗത്തിൽ നിന്നും അടുത്ത സമ്പന്ന വർഗത്തിലേക്കാണ് CPM പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ CPMൻ്റെ വളർച്ചയും ആ രീതിയിലേക്കാണ് കാണിക്കുന്നത്. അവരെ UDF കാലത്ത് അവർ പറഞ്ഞ എല്ലാം തൊഴിലില്ലായ്മ ഉണ്ടാക്കും എന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അവർ പറയുന്നത് എന്താണ്? AI കാര്യത്തെ, മറ്റേ ക്യാമറയെക്കുറിച്ചും അതുപോലെ ആ ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഗോവിന്ദ മാഷ് എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, CPMന് ഭരണകാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവർ തത്വങ്ങൾ പ്രസംഗിക്കുകയും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇന്ന് ബാലഗോപാലൻ എന്ന ധനമന്ത്രിയെ നന്നായി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ബാലഗോപാലൻ എന്ന ധനമന്ത്രിയല്ലേ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടാൻ 2500 രൂപയ്ക്ക് കൂട്ടണമെന്നുള്ള LDFൻ്റെ പ്രകടനത്തിലെ ഇത് നടപ്പാക്കാൻ കഴിയാതിരുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ബാലഗോപാലിനെ പോയിരുത്തിയത്? അതൊരു തന്ത്രമാണ്. എന്താണ് ആ തന്ത്രം? കേരളത്തിൽ സാമ്പത്തിക അച്ചടക്കം ഇല്ല എന്നാണ് പരാതി. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം ഉണ്ടെന്ന് വരുത്തണമെങ്കിൽ ധനമന്ത്രിയെ പുകഴ്ത്തണം. അതാണ് അതിൻ്റെ കാര്യം. അതാണ് ധനമന്ത്രിയെ പുകഴ്ത്തിയില്ലെങ്കിൽ എന്താണ്? സാമ്പത്തിക അച്ചടക്കം ഇല്ലെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ശരിവയ്ക്കും. അപ്പോൾ ധനമന്ത്രിയെ പുകഴ്ത്തിയാൽ CPM ഇപ്പോഴത്തെ ധനസ്ഥിതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നില്ല എന്ന് വരുന്നു. അതേ ദിനത്തിലാണ് KV തോമസ് മാഷ് കേന്ദ്രമന്ത്രി സീതാരാമനെ കണ്ടത്, നിർമ്മല സീതാരാമനെ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞെന്താണ്? ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കണക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. കണക്കിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാഷിക്ക് ദേഷ്യം എന്നൊന്നാണ് പറയുന്നത്. ഇനി നാളെ അവർ മുഖ്യമന്ത്രി കാണാൻ പോകുന്നെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 25-26 ദിവസം എന്തിനാണ് ഈ ആശാവർക്കർമാരെ അവിടെ സമരത്തിലേക്ക് തള്ളിവിട്ടത്? ആ കാര്യം ഇന്ന് ഗോവിന്ദ മാഷ് ഇന്നലെയും പറഞ്ഞില്ല, ഇന്നും പറഞ്ഞില്ല. ഒരു തൊഴിലാളി പാർട്ടിയുടെ സമ്മേളനത്തിൽ ആശാവർക്കർമാരുടെ സമരത്തിനെ കുറിച്ച് ഒരു വരി പറയാൻ ഗോവിന്ദ മാഷിക്ക് പറ്റായിരുന്നത്? വെള്ളത്തിൽ നഞ്ചു കലക്കുന്നു എന്നുള്ള പ്രതിനിധി പറഞ്ഞതാണ്, പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി. അത് വെള്ളത്തിൽ നഞ്ചു കലക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങളായിരിക്കും. ആശാവർക്കർമാരുടെ സമരം അത് പരിഹരിക്കേണ്ട വിഷയമാണ് എന്നാണ് വിമർശനം വന്നിരിക്കുന്നത്. എൻ്റെ സ്മൃതി, അത് നമ്മളാരും ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ ഈ സംഘടനാ റിപ്പോർട്ടൊക്കെ എങ്ങനെയാണ് പുറത്തു വരുന്നത്? അതൊക്കെ ചില സൂത്രങ്ങളാണെന്നേ, ചിലർക്ക് കിട്ടും, അത് മാധ്യമങ്ങൾക്ക് കൊടുക്കും. അതൊക്കെ നല്ല കാര്യം, കാരണം നമ്മളൊക്കെ ചർച്ച ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് പറയേണ്ടത്. ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിൽ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളും വന്നു, അതിനെക്കുറിച്ച് പ്രതിനിധികൾ രൂക്ഷമായി സംസാരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ അടുത്ത ഞാൻ പറഞ്ഞ രസകരമാണ്, അവർ വിലയിരുത്തുകയാണ്. AK ബാലനെ വിലയിരുത്തുന്നു, മുഹമ്മദ് റിയാസിനെ വിലയിരുത്തുന്നു, സ്വരാജിനെ വിലയിരുത്തുന്നു, EP ജയരാജനെ വിലയിരുത്തുന്നു. ഇവ ഒരുപാട് പേരെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ AK ബാലനെ വിലയിരുത്തുമ്പോൾ എന്താണ്? AK ബാലൻ പെട്ടെന്ന് പ്രതികരിക്കുന്നു രാഷ്ട്രീയത്തിൽ. അപ്പോൾ എന്താണ് പ്രതികരിച്ചത്? പാലക്കാട് കണ്ടതല്ലേ, പെട്ടി വിവാദം, സന്ദീപ് വാര്യരുടെ കാര്യം, ക്രിസ്റ്റൽ ക്ലിയർ, ഇതൊക്കെയാണോ പെട്ടെന്ന് പ്രതികരിച്ചത്? അപ്പം ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന തുല്യരായ നേതാക്കളെ തൊടാൻ ഈ സമ്മേളനത്തിൽ അതിൻ്റെ പ്രതികൾക്ക് പറഞ്ഞാൽ തന്നെ പാർട്ടി നേതൃത്വത്തിന് സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇവർ മധ്യവർഗം അതുപോലെ തൊഴിലാളി വർഗം എന്നൊക്കെ പറഞ്ഞ് മാറിയ സ്ഥിതിയിൽ ഇപ്പോൾ മധ്യവർഗത്തിലെത്തി. എന്തിനാണ് മധ്യവർഗത്തിലെത്തിയത്? അടുത്ത വോട്ട് കിട്ടണമെങ്കിൽ മധ്യവർഗം വിചാരിക്കണം. ആ മധ്യവർഗം വിചാരിച്ചാലേ വോട്ട് കിട്ടുള്ളൂ. ഇതിവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്മൃതി. നായനാരുടെ അവസാന ഭരണകാലത്ത് 2000 വരെ ആണല്ലോ. അപ്പോൾ 2001 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് കേരളത്തിൽ ചർച്ച ചെയ്ത 2 കാർഡുകളാണ്. ഇന്നിപ്പോൾ ഈ സെസ്സും ടാക്സും കൊണ്ടുവരുന്നതായാലും പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ ഒന്ന് റവന്യൂ കാർഡ്, ഒന്ന് കൺസ്യൂമർ കാർഡ്, 2 കാർഡാണെന്ന് തോന്നുന്നു. ഈ 2 കാർഡാണ് അവർക്ക് ചുവപ്പ് കാർഡായി മാറിയത് അന്നത്തെ ഭരണത്തിന്. പിന്നാണല്ലോ AK ആന്റണി 98 വോട്ടിൻ്റെ മറ്റേ അംഗങ്ങളുമായിട്ട് നിയമസഭയിൽ അധികാരം പിടിച്ചെടുത്തത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, പാർട്ടിക്ക് എന്താണ് നിലപാട്? പാർട്ടി പറയുന്നത് എന്താണ്? അവരുടെ പാർട്ടിക്കുള്ളിലെ ചിലരെക്കുറിച്ചേ പറയുന്നുള്ളൂ. ജനങ്ങളുടെ കാര്യം പറയട്ടെ. അവരെ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു ഞങ്ങൾ, അത് ചർച്ച ചെയ്തോ? ഇല്ല. KSRTC കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരാളെങ്കിലും നിയമിച്ചോ? അവർ പറയട്ടെ. പറയാൻ പറ്റുന്നില്ല. നമ്മളെന്നും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താണ് നിങ്ങളുടെ ഒരു പദ്ധതി, നിങ്ങൾ കൊണ്ടുവന്നൊരു പദ്ധതി എന്താണ്? ഉത്തരമില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് പകരം വിഭാഗീയത ചർച്ച ചെയ്തു, പാർട്ടി നന്നാക്കണമെന്ന് പറഞ്ഞു, എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം?
CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ അച്ചടക്കമുള്ള പാർട്ടിയാണെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അച്ചടക്കം പോയി എന്ന് അവർ സ്വയം സംബന്ധിച്ച് എങ്ങനെയാണ് വിഭാഗീയത താഴെ തട്ടിലെത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാറ്റടിയിൽ പ്രശ്നമുണ്ടായിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിൽ ഇളക്കം തട്ടിയാൽ, അടിസ്ഥാന ശില ഇളകിയാൽ പാർട്ടി ഇളകും. ആ പാർട്ടി ഇളകും എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ മറ്റേ ദരിദ്രരും തൊഴിലാളി വർഗവും ഒക്കെ കഴിയുമ്പോൾ മധ്യവർഗത്തിൽ എത്തിയിരിക്കുന്നത്. സമ്പന്ന വർഗത്തിലേക്ക് CPM എത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത് ആരാണ്? പാർട്ടിയിലുള്ളവർ തന്നെയല്ലേ. ആ സുഖലോലുപത ഒരു ഘട്ടത്തിൽ ഗോവിന്ദ മാഷും പറഞ്ഞിട്ടുണ്ട്, അധികാരത്തിന് ഭ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഈ സമ്മേളനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ്. അതായത് ഒരാളെ ഉള്ളു ക്യാപ്റ്റൻ, ആ ആൾക്കൊപ്പം നമ്മൾ നിൽക്കണം, നിന്ന് കഴിഞ്ഞാൽ ഗുണം പാർട്ടിക്കുണ്ടാകും, ഭരണം കിട്ടും എന്നൊരു സന്ദേശം നൽകുമ്പോൾ എന്താണ്, ആരും വിമർശിക്കാനുണ്ടാവില്ല. വിമർശനം വരേണ്ടത് തലപ്പത്ത് നിന്നാണ്. തലപ്പത്തുള്ള ആളെ വിമർശിക്കാൻ ധൈര്യമില്ലാത്തത്തോളം കാലം ഈ സമ്മേളനത്തിലെ വിമർശനം കൊണ്ട് യാതൊരു കാര്യമില്ല. വെള്ളത്തിൽ വരച്ച വര പോലെ അത് അവസാനിക്കും. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ നിരീക്ഷണം എന്താണ്? ഇപ്പോൾ ശക്തമായ വിമർശനങ്ങൾ എന്ന് നമുക്ക് ഈ സംഘടനാ റിപ്പോർട്ട് കാണുമ്പോൾ തോന്നും, പൊതുചർച്ചയിലെ ചില പ്രതികരണങ്ങൾ കണ്ടാൽ തോന്നും, യഥാർത്ഥത്തിൽ കൃത്യമായ വിമർശനങ്ങളിലേക്ക് കടക്കാൻ ധൈര്യപ്പെടുന്നുണ്ടോ പ്രതിനിധികൾ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിലേക്ക് പാർട്ടി ചുരുങ്ങുന്നു. ആ നേതാവിനെ വിമർശിക്കാൻ മറ്റു നേതാക്കൾക്ക് ധൈര്യമില്ലാതെ പോകുന്നു. ആ നേതാവ് വഹിക്കുന്ന വകുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന വിമർശനങ്ങൾ പറയാൻ ധൈര്യപ്പെടാതെ പോകുന്നു. മുഖ്യമന്ത്രി നന്നായി പ്രവർത്തിക്കുന്നു, പക്ഷേ മന്ത്രിമാർ അത്ര പോരാ എന്ന് പറയുന്നതിൽ ഒരു ഭയത്തിന്റെ എലിമെന്റ് ഉണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതെ, ഇപ്പം സ്മൃതി പറഞ്ഞത് ഒരാളുടെ നേതൃത്വം, അത് നേരത്തെ ശ്രീകുമാർ പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. ഒരാളുടെ നേതൃത്വം അതാണ് ഒരുപക്ഷെ ശ്രീകുമാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഒരാളുണ്ടല്ലോ നേതൃത്വത്തിൽ എന്നതാണ് വിഷയം. ഞാൻ കാണുന്നത് ആ വിഷയമാണ് സ്മൃതി. നേതൃത്വത്തിൽ ഒരാൾ, ശക്തനായ കരുത്തനായ ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് CPM-ൻ്റെ വലിയ നേട്ടം ഇന്ന് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ അച്ചടക്കത്തോടുകൂടി ഒരു സംഘടനാ സമ്മേളനം നടത്താൻ കൃത്യമായ 3 വർഷം കഴിയുമ്പോൾ സമ്മേളനം നടത്താൻ കഴിയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ അങ്ങനെ ഒരു നേതാവിനെ പുറത്താക്കാനും ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1992 ഞാനൊക്കെ അന്ന് പത്ര റിപ്പോർട്ടറായിരുന്നപ്പോൾ 92 കോഴിക്കോട് സമ്മേളനം, അന്നാണല്ലോ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു തന്ത്രത്തിലൂടെ 15 പേരെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് BS അച്യുതാനന്ദൻ എന്ന അന്നത്തെ കരുത്തനായ ശക്തനായ പാർട്ടി സെക്രട്ടറിയെ ഒഴിവാക്കിയത്. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് BS അറിഞ്ഞില്ല. BS അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് സ്ഥാനം പോയി. സ്മൃതി അതോർക്കണം. നമ്മളൊക്കെ അന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള പത്രക്കാരൊക്കെ ഉണ്ടെന്ന് കോഴിക്കോട്ട്, ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അത് എന്തോ ഭയങ്കര ഉദ്വേഗ നിമിഷങ്ങളായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് EK നായനാർ, പ്രതിപക്ഷ നേതാവായിരുന്ന EK നായനാർ പാർട്ടി സെക്രട്ടറി ആവുന്നു. അങ്ങനെ ഒരു സെക്രട്ടറിയെ മാറ്റാൻ അന്നത്തെ CPM സംസ്ഥാന സമ്മേളനത്തിന് കഴിഞ്ഞ സ്മൃതി. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, നായനാരുടെ ഞാൻ സഹാബിനെ ക്ഷയിക്കാനൊക്കെ കൊടുത്തു. അന്നത്തെ ശക്തമായ സംവിധാനം അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ്. അതുപോലെയാണോ ഇപ്പോൾ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ എറണാകുളം സമ്മേളനം തൊട്ട് നോക്കൂ. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച സാധാരണഗതിയിൽ എങ്ങനെയാണ് നടക്കാറ്? 2 ദിവസം നടക്കുന്ന വിശദമായ ചർച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിന്മേൽ ചർച്ച 7 മണിക്കൂറായി ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ചടങ്ങായി കാര്യങ്ങൾ മാറുന്നുണ്ട്, പഴയ രീതികളിൽ നിന്ന് മാറുന്നുണ്ട്. പഴയ രൂപത്തിലുള്ള വിമർശനവും അങ്ങനെ ഒരു നേതാവിനെ പുറത്താക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന വിമർശനങ്ങളുണ്ടല്ലോ, സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടല്ലോ, അതേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടല്ലോ. അതെന്താണ് ഈ സമ്മേളനത്തിൽ പ്രതിഫലിക്കാത്തത്? അല്ല സ്മൃതി, അദ്ദേഹത്തിൻ്റെ വകുപ്പ് പോലീസ് വകുപ്പ്, ആഭ്യന്തരമാണ് പ്രധാനമായിട്ടും. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാ മന്ത്രിമാരുടെയും നേതൃത്വത്തിലിരിക്കുന്ന ആളും കൂടിയാണ്. ശരിക്കും ഗവൺമെൻറ്റിൻ്റെ മൊത്തം പ്രവർത്തനക്ഷമതയെ നമ്മൾ അളക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെയാണ് അത് കുറിക്കുന്നത്, യാതൊരു സംശയമില്ല. പക്ഷേ അതിന് പാകപ്പിഴകളുണ്ടോ ഇല്ലയോ, അതേക്കുറിച്ച് ചർച്ച നടന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്നും പുറത്ത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ സമ്മേളനങ്ങൾക്ക് എത്രയോ സമ്മേളനങ്ങൾക്ക് നമ്മളൊക്കെ റിപ്പോർട്ടറായിട്ട് പോയിട്ടുള്ളതാണ്. ഇതൊക്കെ ഈ പൊഴിഞ്ഞൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. തീർച്ചയായിട്ടും അതൊരു വിഷയമാണ്.
പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വരട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. പിണറായിയെ എല്ലാവരും പുകഴ്ത്തുകയായിരുന്നോ, വാഴ്ത്തിപ്പാടുകയായിരുന്നോ, വാഴ്ത്തുപാട്ടുകളായിരുന്നോ അവിടെ എന്നുള്ളത് നമുക്ക് പിന്നീട് എനിക്കൊന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം നമുക്ക് കിട്ടും. നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഇതെല്ലാം കിട്ടും. അതിനൊന്നും ഒരു പ്രയാസവുമില്ല. കേരളമാണ്. പക്ഷേ ഇങ്ങനെ അത് ശ്രീകുമാർ തന്നെ ചൂണ്ടിക്കാട്ടി. അതാണ് എൻ്റെ രസകരമായ കാര്യം. കേരളത്തിൽ CPM എന്ന കക്ഷിക്ക് കൃത്യമായിട്ട് ഇതുപോലെ ഒരു സംഘടനാടിസ്ഥാനത്തിൽ സമ്മേളനം നടത്താൻ, പ്രതിനിധികളെ കൊണ്ടുവരുവാൻ, എന്നിട്ട് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ, എല്ലാ തലത്തിലും ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ, നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ ഒരു 3 വർഷം ഒരു ചാൻസ് കിട്ടുന്നു. അത് കോൺഗ്രസ് പാർട്ടിക്കില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രതിപക്ഷം ഇത്രയും ദുർബലമായി പോയത് ഇതുകൊണ്ട് തന്നെയാണ്. കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിന് അവിടെ ഒരു വേദിയില്ല, സംഘടനാ പ്രവർത്തനത്തിന് സാധ്യതയില്ല. കോൺഗ്രസ് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസും CPM പരസ്പരം ഏറ്റുമുട്ടുന്ന 2 കക്ഷികളാണ്. ആ 2 കക്ഷികളുടെ നേതൃത്വത്തിൽ 2 മുന്നണികളുണ്ട്. കൃത്യമായ വേളകളിൽ ഭരണം പിടിച്ചടക്കിക്കൊണ്ടിരുന്ന 2 പാർട്ടികളാണ് CPM, കോൺഗ്രസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച കിട്ടിയില്ലേ പിണറായി വിജയൻ? അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും CPM അണികൾ അംഗീകരിക്കുന്നത്. ഒരു പാർട്ടിയെ തിരിച്ച് വീണ്ടും തുടർച്ചയായി 2ാം തവണയും അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട് എന്ന ഒരു കാരണമാവാം എന്ന് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ തുടർച്ചയുടെ പ്രശ്നം എന്താണ്? തുടർച്ച ഉണ്ടാക്കുന്ന ജീർണത എന്താണ്? ആ ജീർണത CPM നേതൃത്വം, ദേശീയ നേതൃത്വം പശ്ചിമ ബംഗാളിൽ കണ്ടതാണ്. ഭരണ തുടർച്ചയുടെ ജീർണതയുടെ പ്രശ്നം, ഭരണ തുടർച്ച ഉണ്ടാക്കാവുന്ന പാർട്ടിക്കുണ്ടാക്കാവുന്ന ദൗർബല്യം, ക്ഷീണം, അപകടം ത്രിപുരയിൽ കണ്ടതാണ്. അത് കേരളത്തിലെ പാർട്ടിക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയാവാം ഈ സ്മൃതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലേക്ക് പാർട്ടി ചർച്ചകൾ നീങ്ങിയത്. തീർച്ചയായിട്ടും നമുക്ക് കാണാം. ശ്രീ ജോർജ് പുടിപ്പാറ, വിമർശനങ്ങൾ ഭയക്കുന്ന ഒരു സമ്മേളനമാണോ എന്നൊരു ചോദ്യമാണ് ശ്രീ ജോർജ് പുടിപ്പാറ. ഇപ്പോൾ നമുക്ക് ജില്ലാ സമ്മേളനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തിരുവനന്തപുരം, കൊല്ലം, വയനാട്, മലപ്പുറം, പത്തനംതിട്ട MV ഗോവിന്ദൻ മാത്രമായിരുന്നു അപ്പോൾ ആ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്നത്. പിന്നീട് കോട്ടയം മുതലുള്ള സമ്മേളനങ്ങളിൽ മുഴുവൻ സമയം മുഖ്യമന്ത്രി സമ്മേളനത്തിൻ്റെ മുഴുവൻ സമയ ഭാഗമാവുകയാണ്. അപ്പോഴേക്കും മുൻപ് നടന്നിരുന്ന വിമർശനങ്ങൾ അങ്ങോട്ട് മാറുകയാണ്. മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് വിമർശിക്കാൻ ധൈര്യപ്പെടാതിരുന്ന പ്രതിനിധികൾ പറയുന്നില്ല. മറ്റേത് ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ രൂപത്തിലാണ് ജില്ലാ സമ്മേളനങ്ങൾ അവസാനിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ കൊല്ലം സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് വിമർശനങ്ങൾ ആ രൂപത്തിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിമർശനങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അകത്ത് അതൊന്നും വരുന്നില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, മന്ത്രിമാർ ആ നിലയിലേക്ക് ഉയരുന്നില്ല എന്നുള്ളതാണ് വിമർശനത്തിലെ വാചകം. അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമ്മൾ കണ്ടതാണ് മുൻ സമ്മേളനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന്. സംഘടനാ റിപ്പോർട്ടിലെ വിമർശനത്തെ തുടർന്ന് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോയത് വരെ നമ്മൾ കണ്ടതാണല്ലോ. സ്മൃതി പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉണ്ടാകും. സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ. അതായത് പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ, അത് ജില്ലാ സമ്മേളനത്തിലായാലും അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനത്തിലായാലും, പാർട്ടിയിലെ ക്യാപ്റ്റൻ, അതായത് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് മാത്രമല്ല, ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നേടണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്തോ പദവിയിലോ എത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും MLA സീറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട തസ്തികകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നാവടയ്ക്കും മര്യാദയ്ക്കും മിണ്ടാതിരിക്കണം എന്നൊരു തിരിച്ചറിവ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഈ സമ്മേളന പ്രതിനിധികൾക്ക് ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക് സ്മൃതി. ഇപ്പൊ ശ്രീകുമാർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്ത് കടന്നു നിന്നുകൊണ്ട് ചിന്തിച്ചാൽ, നമ്മൾ ഈ കഴിഞ്ഞ 2-3 വർഷത്തെ, അതായത് ഈ 2ാം പിണറായി സർക്കാരായാലും 1ാം പിണറായി സർക്കാരായാലും, ഈ ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഏത് വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ്, ഏത് വകുപ്പിനെ കേന്ദ്രീകരിച്ചാണ്? അപ്പൊ ഏറ്റവും കൂടുതൽ ഈ മുന്നണി, ഈ മന്ത്രിസഭ, ഈ സർക്കാർ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് വഴി തുറന്നതും ആ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായിട്ട് അതിന്റെ എല്ലാം ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് നമ്മൾ കണ്ടത് ആരെയാണ്? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ട്, അതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ ചെയ്യാത്ത സേവനത്തിന് ഇത് വാങ്ങിച്ച് ഇപ്പോ അന്വേഷണം നടക്കുകയാണ്. കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ കേന്ദ്രത്തിലെ അത് അന്വേഷിക്കുന്ന ഏജൻസി ഇപ്പോഴും അത് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഏതൊരാളാണോ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടവരുത്തിയത്, ആ വ്യക്തിക്ക് ഈ സമ്മേളനത്തിൽ
ഏറ്റവും പ്രശംസയും അതുപോലെ തന്നെ അഭിനന്ദനവും കിട്ടുകയും അത്രത്തോളം ഒന്നും പാപം ചെയ്യാത്തവർ നന്നായി കല്ലെറിയപ്പെടുകയും ചെയ്യുന്നൊരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെന്തായിരിക്കും? ഒറ്റേ ഒരു കാരണമല്ലേ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിനെ വിമർശിക്കാനുള്ള ധൈര്യം ഇന്ന് പാർട്ടിയിൽ ആർക്കുമില്ല. കാരണം ആ വിമർശിച്ചാൽ അവർക്ക് പാർട്ടിയിൽ ഭാവിയിൽ എന്ത് സംഭവിക്കും, അവരെങ്ങനെ ഒതുക്കപ്പെടും, അവർ എങ്ങനെ ഈ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഈ ഭരണം നിൽക്കുന്നത്. ഭരണം നേടിയതും രണ്ടാം ഊഴം നേടിയതും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് അദ്ദേഹത്തെ കണ്ടുകൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ട, നമ്മൾ എത്രയോ കാര്യങ്ങൾ കേട്ടു, ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള എന്തെന്ത് വിമർശനങ്ങൾ, പലപ്പോഴും അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ ചെടിച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ടും അടിച്ചൊതുക്കിയ ആ പ്രവർത്തനത്തെ രക്ഷാപ്രവർത്തനം എന്ന് വ്യാഖ്യാനിച്ച അദ്ദേഹം SFI ക്യാമ്പസുകളിൽ നടത്തുന്ന സകല കാര്യങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് അവർ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്, ഇവിടുത്തെ മാറ്റങ്ങളുടെ എല്ലാം കാരണക്കാർ SFI ആണെന്ന് പറഞ്ഞുകൊണ്ട് SFI സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഏറ്റവും കൂടുതൽ ഈ കേരള സമൂഹം ഏറ്റവും കൂടുതൽ വിമർശിച്ച, ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഏറ്റവും അതിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മുഖ്യമന്ത്രി ഉണ്ടായിട്ടും ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സ്വയം വിമർശനമാണ് പാർട്ടിയുടെ ശക്തി, അതുപോലെ തന്നെ വിമർശനവും സ്വയം വിമർശനമാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ നിരന്തരം ആരോപണം ഉയരുന്നു, പല അന്വേഷണങ്ങളും നടക്കുന്നു. എന്നിട്ടും ആ വിഷയങ്ങളൊന്നും പാർട്ടിയിൽ ആരും പരിഗണിക്കുന്നില്ല, ആർക്കും അതൊരു പ്രശ്നമല്ല. മറിച്ച് അത്രയൊന്നും പാപം ചെയ്യാത്ത, അത്രയൊന്നും ഉത്തരവാദിത്വം ഇല്ലാത്ത, അത്രയൊന്നും പാർട്ടിയെ കരുതേക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുകയോ ചെയ്യാത്ത മന്ത്രിമാർക്കെതിരെയെല്ലാം വളരെ വളരെ വലിയ ആരോപണം ഉണ്ടാകുന്നു. MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ വരെ, അതിന് സമീപകാലത്താണ് വന്നത്, അദ്ദേഹം വലിയ കുറ്റങ്ങളൊന്നും ചെയ്തതായിട്ട് ചില വിവരക്കേടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് AI വന്നാൽ സോഷ്യലിസം വരും പോലെയുള്ള ചില വിവരക്കേടുകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നല്ലാതെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം വലിയ തെറ്റുകളൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു നിഴൽ മാത്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഗതികേടും അദ്ദേഹത്തിനുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ധാരാളം വിമർശനം വരുന്നു, അദ്ദേഹം പക്ഷപാതം കാണിക്കുന്നു, എല്ലാ സ്ഥാനമാനങ്ങളും കണ്ണൂരിൽ നിന്നുള്ളവർക്ക് മാത്രം കിട്ടുന്നു. പക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ ആരും, ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസ് സ്റ്റേഷനുകളിൽ എന്താ പറയാ CPM-കാർ ചെന്നാൽ പരിഗണിക്കുന്നില്ല, അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ആളില്ല, പോലീസുകാർ തന്നിഷ്ടം പോലെ പെരുമാറുന്നു, പാർട്ടിക്ക് ഒരു പരിഗണനയും ഇല്ല തുടങ്ങി എന്തുമാത്രം ആരോപണങ്ങൾ നമ്മൾ ഇല്ല, പോലീസിൽ RSSന്റെ സ്വാധീനം, RSSകാർ കടന്നുകൂടുന്നു എന്നുള്ള വിമർശനം ജില്ലാ സമ്മേളനങ്ങളടക്കം വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് പുറത്ത് വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഈ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞു കേട്ടില്ല. BJP സ്വാധീനം കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതേക്കുറിച്ച് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട അത്തരം പരാമർശങ്ങളില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ സ്മൃതി, നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പറഞ്ഞ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ, ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം അങ്ങനെയാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഏറ്റെടുക്കണ്ടേ? അദ്ദേഹത്തിന്റെ തന്ത്രത്തിൽ വന്ന പാളിച്ചയാണോ? അദ്ദേഹം ആവശ്യത്തിലധികം ഈ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിൽ പരമ്പരാഗതമായിട്ട് LDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ മാറിപ്പോയി. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് SNDPയിൽ നിന്ന് വൻതോതിൽ വോട്ടുകൾ മാറിപ്പോയി. ഈ ആറ്റിങ്ങലിലും ആലപ്പുഴയിലും അടക്കം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വൻതോതിൽ വോട്ട് ചോർന്നു. ഈ ചോർന്നതിന്റെ കാരണം ഈ ലീഗ് പ്രീണനത്തിനല്ലേ മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷ പ്രീണനം അമിതമായി പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് CPM സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് ശേഷം CPM പ്ലേറ്റ് മറച്ചു വെച്ചതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റ് മറച്ചു വെക്കുമ്പോഴുള്ള പ്രശ്നം ശ്രീ ജോർജ് പൊടിപാറ, അത് തന്നെയാണ് BJP-യും പറയുന്നത് എന്നുള്ളതാണ്. അതെ, അപ്പൊ ഇവിടുത്തെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരാണ്? ആ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വിചാരിച്ചാൽ മാത്രം നടക്കൂ. ആ രീതിയിലുള്ള ഒരു നിലപാട് എടുത്തതിലൂടെ പാർട്ടിക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടെങ്കിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി രണ്ടാം തവണയും പാർട്ടി ഏതാണ്ട് എന്താ പറയാ ക്ലീൻ വാഷ് ഔട്ടായി പോകുന്ന രീതിയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ക്യാപ്റ്റന്റെ ക്രെഡിറ്റിലും അക്കൗണ്ടിലും കൊടുക്കുമ്പോൾ ഈ വലിയ പരാജയങ്ങളുടെ ഉത്തരവാദിത്വവും അദ്ദേഹം തന്നെ ഏറ്റെടുക്കണ്ടേ? അതേക്കുറിച്ച് പാർട്ടി അംഗങ്ങൾക്ക് വിമർശിക്കാനൊന്നുമില്ലേ? ഈ അതായത് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സമ്മേളനങ്ങളുടെ ഇത്തരം നടത്തിപ്പ്, ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ എന്നൊക്കെ ശ്രീ ജേക്കബ് ജോർജൊക്കെ ആവേശത്തോടെ ചോദിച്ചു. ഞാൻ സമ്മതിക്കുന്നു. കാരണം ഇതൊരു കേഡർ പാർട്ടിയാണ്. കോൺഗ്രസിനെ കൊണ്ട് അത് പറ്റില്ല. കാരണം കോൺഗ്രസ് ആ സ്വഭാവം എടുത്താൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉള്ളൊരു പോലും ഉണ്ടാവില്ല. കാരണം ഈ രീതിയിലുള്ള അനുസരണയും അച്ചടക്കവുമാണ് ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച ഗുണം.
അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്ന ആളുകൾ അല്ല ഈ കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ട് വിമർശിക്കാനും വിയോജിക്കാനും അഭിപ്രായങ്ങൾ പറയാനും സ്വാതന്ത്ര്യമുള്ള ഒരു അവസ്ഥയിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ് കോൺഗ്രസ് പോലെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയിൽ നിൽക്കുന്നത്. ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു കുറെ കൂടി അച്ചടക്കവും അതുപോലെ തന്നെ ഒരു സംവിധാനത്തിന്റെ കീഴിൽ ഒരു ചട്ടക്കൂടിന് കീഴിൽ നിശബ്ദരായിരുന്നുകൊണ്ട് പാർട്ടി കൂറും പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയും മാത്രം നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ തുലം വ്യത്യസ്തമായ ഒരു സമീപനമാണ് കോൺഗ്രസ്സുകാരുടേത്. അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടികൾ, സോഷ്യലിസ്റ്റ് പാർട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ, അവിടെ നേതാക്കന്മാർക്ക് കൂച്ചുവലം കിടാൻ പറ്റുമോ? അത് എത്ര തവണ പിളർന്നു. അപ്പൊ അതൊരു വ്യത്യസ്തമായ ശൈലിയാണ്, വ്യത്യസ്തമായ ഒരു മനോഭാവമാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നവർ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ സ്മൃതി ചൂണ്ടിക്കാണിച്ചല്ലോ, 2 ദിവസമായിരുന്നു പണ്ടൊക്കെ പ്രവർത്തന റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ച. അതൊരു ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു. അധികാരത്തിലിരിക്കുന്നവർ, നേതൃത്വത്തിലിരിക്കുന്നവർ, നയിക്കുന്നവർ എത്രത്തോളം അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, എത്രത്തോളം അവർ തെറ്റ് തിരുത്തേണ്ടതുണ്ട്, ഏതെല്ലാം വിഷയങ്ങളിലാണ് തെറ്റുപറ്റിയത്, ഏതെല്ലാം വിഷയങ്ങളിലാണ് തിരുത്തൽ ആവശ്യമുള്ളത്, ഇത്തരം സമീപനങ്ങളിലും നയങ്ങളിലും അതുപോലെ തന്നെ എന്താ പറയാ ഈ പറഞ്ഞ സ്ട്രക്ചറൽ റീഫോംസിലും ഒക്കെ പാർട്ടിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകളെ അതുപോലെ തന്നെ കുഴപ്പങ്ങളെ കുറിച്ചൊക്കെ തുറന്ന ചർച്ചകളുടെ വേദിയായി ഒരു തിരുത്തലിന് വഴിയൊരുക്കുന്ന അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു. അതായിരുന്നു പാർട്ടിയുടെ ശക്തി. പക്ഷെ ഇപ്പോ 2 ദിവസത്തെ ചർച്ച 7 മണിക്കൂറിലേക്ക് ആക്കുന്നു. അവിടെ തന്നെ ഭൂരിപക്ഷം പ്രതിനിധികളും അവർക്ക് വിമർശിക്കാൻ കഴിയുന്നവരിലെ വിമർശിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലാത്തവരുടെ നേരെ തോക്ക് തിരിച്ചു വെക്കുന്നു. പോയിന്റ് ബ്ലാങ്കിൽ നിന്നും ആരും വെടിവെക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആരാണോ തിരുത്തേണ്ടത്, ആരാണോ മാറേണ്ടത്, ആരാണോ ഇതിനെയെല്ലാം മാറ്റേണ്ടത്, അവർക്ക് സ്തുതി പാടുകയും അവർ ചെയ്യുന്നതെല്ലാം ശരിയെന്നും അവരെല്ലാ വിജയത്തിന്റെയും എല്ലാ എന്താ പറയാ നേട്ടങ്ങളുടെയും കാരണഭൂതനും ക്രെഡിറ്റ് ഇതിലെ ഒരു പരാമർശം അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ട് പാർട്ടിക്ക് പിന്നിൽ അണികളെ അണിനിരത്തുന്നതിന് പകരം വ്യക്തികൾക്ക് പിന്നിൽ അണികളെ അണിനിരത്തുന്നു. ഇതാരെയാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അത് അത്രയെങ്കിലും പറഞ്ഞല്ലോ എന്ന് അല്ല, അത് ആരെയാണ് വിചാരിച്ചു. ഉദ്ദേശിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് തോന്നും ഈ കണ്ണൂരിലെ സംഭവങ്ങളൊക്കെ വെച്ച് പി ജയരാജനെ വേണമെങ്കിൽ വിമർശിക്കുകയാണോ എന്ന് തോന്നാം. പക്ഷെ അതാണോ യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ അത് പിണറായി വിജയനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് പോകാൻ അവർക്ക് പറ്റുന്നില്ല. വ്യക്തിയെ പറ്റി പേരെടുത്ത് പറയാനുള്ള ആ ഒരു അവസ്ഥ ഇന്ന് പാർട്ടിക്കകത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും അത് പി ജയരാജനെ അല്ല, സാക്ഷാൽ ശ്രീ പിണറായി വിജയനെ തന്നെയാണ്, മുഖ്യമന്ത്രിയെ തന്നെയാണ് എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും പോകാൻ അവർക്ക് പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉയരണ്ടേ? സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ക്യാപ്റ്റനും സർവ്വസൈന്യാധിപനുമായിട്ട് ആ മുന്നണിയെയും പാർട്ടിയെയും നയിക്കുന്ന ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഇത്രയേറെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്ത് ചാന്ദ്രശോഭയോടെ അദ്ദേഹം അല്ലെങ്കിൽ സൂര്യശോഭയോടെ അദ്ദേഹം പുറത്തു വരണമെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ കളവാണെന്നും ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും സ്ഥാപിക്കാൻ അന്വേഷണങ്ങളിലൂടെ അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തണ്ടേ? പക്ഷെ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അഗ്നിശുദ്ധി വരുത്താൻ, അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറ്റി ഇങ്ങനെ വരുന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുന്നു. പാർട്ടിയെ പക്ഷേ കുടുംബത്തെ പറ്റിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ കുറച്ച് ദുർബലനാക്കിയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം വളരെ ശക്തനാണ്. ഇന്ന് അത്തരം ആരോപണങ്ങളും ഇപ്പോൾ ചർച്ചയ്ക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശ്രീ ജോർജ് പൊടിവാറ, ആ വിഷയം തീർന്നു പോയിട്ടാണോ? ആ വിഷയം തീർന്നിട്ടുണ്ടോ? സ്മൃതി ആ വിഷയം എവിടെ നോക്കുന്നൊക്കെ ആരൊക്കെയാണ് തീർക്കുന്നത് എന്ന് കൂടി പരിശോധിക്കേണ്ടി വരും. ശ്രീ ജോർജ് പൊടിവാറ, അതെ, അതാണ് പ്രശ്നം. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ പ്രായപരിധി ഇളവ് അതിങ്ങനെ വലിയ ചർച്ചയാവുകയാണല്ലോ. ഇളവ് ആർക്കൊക്കെ? ഇളവ് ഇപ്പോൾ പിണറായി വിജയന് മാത്രം മതിയോ ഇളവ് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് സമയത്ത് മുതൽ തന്നെ പിണറായി വിജയന് ഇളവുണ്ട്. അന്ന് മുതൽ ഈ ഇളവിന്റെ കഥ കേൾക്കുകയാണ്. ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തിന് ഇളവുണ്ടാകും എന്നുള്ളത്. അങ്ങനെ ഇളവ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഭരിക്കുന്ന ഏക സംസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് എന്ന് പറയുന്നു. അത് മാത്രമാണോ കാര്യം? പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ഏത് നേതാവ് എന്നൊരു ചോദ്യം അവിടെ ഉയരുമ്പോൾ ഒരു പേര് ചൂണ്ടിക്കാണിക്കാൻ ആ തരത്തിൽ ശക്തനായൊരു നേതാവുണ്ടോ? അങ്ങനെ ഒരു നേതാവ് ഇല്ലാത്തതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ആർക്കാണ്? സ്മൃതിയുടെ ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് ബാക്കിയുള്ള വന്ന പരാമർശങ്ങൾ കൂടെ മറുപടി പറയാനുള്ള അവസരം വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നോളാം. ഏറ്റവും ഒടുവിൽ ശ്രീ ജോർജ് പൊടിവാറ പറഞ്ഞ് നിർത്തിയത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളില്ലേ, എത്രമേൽ കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള മനോഭാവം ഒരു ഏതാണ്ട് 8-10 മിനിറ്റ് ഇങ്ങനെ പിണറായി വിരുദ്ധത തന്നെ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. പിണറായി വിജയനെ കുറ്റപ്പെടുത്താത്തതിൽ, പിണറായി വിജയനെതിരെ വിമർശനം കേന്ദ്രീകരിക്കാത്തതിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മനസ്താപം.
എന്നാൽ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഈ ഗവൺമെന്റിന്റെ നല്ല കാര്യമായി ചെയ്തു എന്ന് ശ്രീ ജോർജ് പിടിപ്പാറയ്ക്ക് ഇതുവരെ എവിടെയും കണ്ടെത്താനേ കഴിഞ്ഞില്ലല്ലോ. അദ്ദേഹം അത് പറയുന്നില്ല. അവസാനം സ്മൃതി ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഇതിങ്ങനെ വ്യക്തികളുടെ പറയിൽ ആൾക്കാർ വരുന്നതിനെ സംബന്ധിച്ച് അത് പിണറായി വിജയനെ എതിരെയാണെന്ന് കരുതാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനൊരു മകുടം ചാർത്തുന്നുമുണ്ട്. ഏതാ പിണറായി വിരുദ്ധതയ്ക്ക് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റായിട്ട് അതിരിക്കട്ടെ എന്നിവിടെ പറയുന്നുണ്ട്. പക്ഷെ വസ്തുത എന്താണ്? വസ്തുത അത് ഒന്ന് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കേരളത്തിന് 2020-21 സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം, ഞാൻ ദീർഘിപ്പിച്ച് പോകുകയില്ല ഈ കാര്യം, ആ തനത് നികുതി വരുമാനം 47,660 കോടി രൂപയായിരുന്നു 2021. ഇപ്പൊ ഈ മാസം അവസാനിക്കുമ്പോൾ അത് 81,000 കോടി രൂപയാണ്. ഈ മാസം മാർച്ച് 30 അവസാനിക്കുമ്പോൾ അത് പക്ഷേ നികുതിയേതര വരുമാനം കൂടെ കൂട്ടിയാൽ 1,03,000 ചില്ലുവാനം കോടി രൂപയാണ് വരുന്നത്. അത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് തനത് വരുമാനത്തിൽ 70 മടങ്ങ് വർധനവുണ്ടാവുന്നത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട്. അതാണ് ധനമാനേജ്മെന്റിന്റെ പ്രാപ്തി. അതുകൊണ്ടാണ് ബാലഗോപാലിനെ എന്തുകൊണ്ട് വിമർശിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി ഇത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അത് ധനമാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അതാണ് അവിടെ കണ്ടത്, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ. പിന്നെ ശ്രീകുമാർ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ വിമർശനമില്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെയല്ല സർ. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ ഓരോരുത്തരെയും ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് തുടങ്ങുന്നതിൻ്റെ പല ഭാഗങ്ങളുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞു പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വരുന്നത്. എങ്കിലും പിണറായി വിജയൻ മുതൽ എല്ലാവരെയും വ്യക്തിപരമായി എടുത്ത് അവരുടെ നേട്ടകോട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ ഒരാളെക്കുറിച്ചും പറയാതെയോ പിണറായി വിജയനെ മാത്രം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന റിപ്പോർട്ടല്ല ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്, ഇപ്പം ചർച്ച ചെയ്യുന്നത്. അത് മറ്റു പാർട്ടികൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് താങ്കൾ അന്വേഷിച്ചോളുക. പക്ഷേ CPM-ന്റെ സംഘടനാ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് ഈ പിണറായി വിജയൻ ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ മന്ത്രിമാരെ മാത്രമല്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാത്രമല്ല, പാർട്ടി നേതാക്കളടക്കം, നിങ്ങളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച EP ജയരാജന്റെ കാര്യമടക്കം, P ജയരാജന്റെ കാര്യമടക്കം അതിനകത്ത് വരുന്നുണ്ട്, പറയുന്നുമുണ്ട്. അതങ്ങനെ തന്നെയാണ് കാണുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് CPM-ന്റെ സമ്മേളനം നടക്കുന്നതെന്നേ. അതിൻ്റെ അകത്ത് എന്തുകൊണ്ട് പിണറായി വിജയനെ വിമർശിക്കുന്നില്ല എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി ജോർജ് പൊടിപ്പാറയ്ക്ക്. പക്ഷേ ഈ സംഘടന എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ സംഘടന എങ്ങനെയാണ് കെട്ടിപ്പടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് സമ്മേളനത്തിൽ ആലോചിക്കുന്ന കാര്യം. അതിന് ആർക്കെങ്കിലും പിണറായി വിജയനെ കൈയടിച്ച് പാസ്സാക്കിയെടുക്കാനായിട്ട് കുറേ പേര് ഇരുത്തിയിരിക്കുകയല്ലോ അവിടെ. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ധരിക്കാം, പക്ഷെ അങ്ങനെ വിമർശിക്കരുത്. അതിൻ്റെ അകത്ത് ഒരു വിഡ്ഢിത്തരമുണ്ട് അങ്ങനെ പറയുമ്പോൾ. അതല്ല ആ പാർട്ടിയുടെ സംഘടനാ രീതി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി അങ്ങനെയല്ല. അവിടെ ഇരിക്കുന്നവർ നിങ്ങൾ വേണമെങ്കിൽ പരിഹസിച്ചോളൂ, അവരെ ഇരുത്തിയിരിക്കുന്ന കൈയടിക്കാനാണെന്ന്. പക്ഷെ കൈയടിക്കുകയല്ല അവിടെ പണി. ഇവിടെ എന്തുകൊണ്ട് 7 മണിക്കൂർ മാത്രം? വേറെ ഒരു രേഖയും ചർച്ച ചെയ്യാനുണ്ട് നാളെ, അതിന് സമയം കണ്ടെത്തണം. നവകേരള സൃഷ്ടിക്കായി എന്ന് പറഞ്ഞൊരു രേഖയുണ്ട്, ആ രേഖ ചർച്ച ചെയ്യണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ഇതെല്ലാം ഇതിൻ്റെ അകത്തും തന്നെയാണ് എടുക്കുന്നത്. എന്താണ് പിന്നെ ചർച്ച? ഈ മധ്യവർഗത്തിന് വേണ്ടിയുള്ള പാർട്ടിയായി മാറി എന്നുള്ള മറ്റൊരു വിമർശനം ഉയർത്തിവിട്ടത് എത്ര ബാലിശമാണ് ഇത്തരം വാദങ്ങളൊക്കെ. അത് ഈ കേരളത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് നിങ്ങൾ ആരും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നതേ ഇല്ല. കൃത്യമായ ചരിത്രം അറിഞ്ഞിട്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം കേരള മോഡൽ എന്നൊരു പാരമ്പര്യം ഉണ്ടല്ലോ. കേരള മോഡൽ എന്ന പാരമ്പര്യത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് എന്തായിരുന്നു പ്രധാനമായിട്ട് വന്ന ഉള്ളടക്കം? സാമ്പത്തിക വികാസത്തിനേക്കാളും സാമൂഹിക വികാസമാണ് കേരള മോഡലിന്റെ പ്രാധാന്യമായിട്ട് മുമ്പിൽ നിൽക്കുന്നത് എക്കാലവും. അതാണ് അമർത്യാസൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. സാമ്പത്തിക അല്ല, അതെ പറയാം. അല്ല, ഇവിടെ കണ്ടത് ഇപ്പൊ ഒരു 10 സെക്കൻഡ് മതി, സോറി ഒരു 30 സെക്കൻഡ് മതി. ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക വികാസം കൂടി ഇതിൽ ഇൻക്ലൂസീവായിട്ട് വരണം ഈ സാമൂഹിക വികാസത്തിനൊപ്പം എന്ന് പാർട്ടി കാണുന്നു. അതാണ് അവതരിപ്പിച്ചിട്ടുള്ള 2022 അവതരിപ്പിച്ചതും ഇപ്പോൾ പുഷ്ടിപ്പെടുത്തി ഇന്നലെ വീണ്ടും അവതരിപ്പിച്ച രേഖ. അതാണ് നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്മൃതി, താങ്കളുടെ ചോദ്യം മറ്റൊരു നേതാവ്, 2ാം നിര നേതാവിനെ കണ്ടെത്താൻ പറ്റാതിരുന്നത് ആരുടെ പിഴവാണ്? യെസ് തീർച്ചയായിട്ടും. അല്ല, ആ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പിണറായി വിജയൻ അല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നയിക്കുന്നതെങ്കിൽ എതിരാളികൾക്ക് വളരെ എളുപ്പമാണ്
പിന്നെ അവരുടെ ലക്ഷ്യം നേടാനായിട്ട്. അതെല്ലാവർക്കും അറിയാം, നമുക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്ന കാര്യവുമാണത്. അപ്പോൾ പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റൊരാളെ പിന്നെ തലപ്പൊക്കത്തിലുള്ള ഒരാളിനെ വേണം എന്ന് ശഠിക്കേണ്ടതില്ല. അത്രയും തലപ്പൊക്കം ഇല്ലാത്ത, എന്നാൽ നമുക്ക് നന്നായി UDF-ൽ മറ്റാരേക്കാളും മികവുള്ള ഒരാൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ സ്വല്പം ഉത്തരം പറയാൻ പ്രയാസപ്പെടേണ്ടി വരും. ആ തരത്തിൽ ഒരു പിന്നെ നേതൃനിരയെ ഉയർത്തിയെടുക്കുന്നതിൽ പോരായ്മകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. അതിൻ്റെ അകത്ത് പാർട്ടി എന്താ ഔദ്യോഗിക നിലപാട് പറഞ്ഞാൽ ശരി, എൻ്റെ വാദം അങ്ങനെയാണ്. പിന്നെ പിണറായി വിജയനൊപ്പം നിൽക്കുന്നവർ വേണം എന്നൊന്നും പറയില്ല. പക്ഷേ അദ്ദേഹത്തോട് ആ നിലയിലേക്ക് എത്താൻ കഴിയുന്നവർ എന്ന് പൊതുസമൂഹം കരുതുന്ന ആൾക്കാരെ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ പോരായ്മകളുണ്ട് എന്ന് തന്നെയാണ് കാണേണ്ടത്. പക്ഷെ അത്തരം പോരായ്മകൾ ഒരു പാർട്ടിക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരിഹരിക്കാൻ തനത് വഴികളുണ്ട്. ആ വഴികളിലൂടെ തന്നെയാണ് ആ പാർട്ടി എപ്പോഴും സഞ്ചരിച്ചു പോവുക. എന്തെങ്കിലും തരത്തിലുള്ള അപഭ്രംശങ്ങൾ ഉണ്ടായാൽ അത് തിരുത്താനാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ളത്, പാർട്ടി സമ്മേളനങ്ങളുള്ളത്. ആ പാർട്ടി സമ്മേളനങ്ങളിലൂടെയാണ് ആ ശരീരത്തിലേക്ക് എത്താനുള്ള എല്ലാ മാർഗങ്ങളും അടിക്കടി അവർ സ്വീകരിക്കുകയും ചെയ്യുക. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയാണ്. അതിനെ കോൺഗ്രസിന് മനസ്സിലാവുകയുമില്ല. അത് മറ്റൊരു ദുര്യോഗമാണ്. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ശ്രീ ജേക്കബ് ജോർജിന്റെ ഒരു കാര്യത്തിന് മറുപടി പറയാതെ പോവുകയാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഈ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ, ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ഇത് വെറുതെ പറഞ്ഞു പോകൽ മാത്രമായിരിക്കും, മാറ്റമില്ലാതെ പാർട്ടി ഇതുപോലെ തുടരും എന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? നോക്കൂ സ്മൃതി, ഈ സമ്മേളനം കഴിഞ്ഞിട്ട് രൂപീകൃതമാകുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും അറിഞ്ഞ ശേഷം നമുക്കത് കൃത്യമായി വിലയിരുത്താൻ കഴിയും. ഇവിടെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടൊരു വ്യക്തിയിലേക്ക് ഈ പാർട്ടി കേന്ദ്രീകരിച്ചു പോകുന്നു എന്നുള്ളതല്ലേ. ഒരു മാസം മുമ്പ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സമ്മേളനത്തിൽ ഫിലിക്സ് ബഷീറുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിയെ വാഴ്ത്തിയപ്പോൾ പത്രലേഖകർ അദ്ദേഹത്തോട് ചോദിച്ചു ഇക്കാര്യം. ആരെങ്കിലും നല്ല വാക്ക് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വിരോധമെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുചോദ്യം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരു വാഴ്ത്തുപാട്ട് കാലത്ത് പാർട്ടി നടത്തുന്ന സമ്മേളനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് പിണറായിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമല്ല, അത് ആ ചരിത്രത്തിലേക്ക് അങ്ങനെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ സമ്മേളനത്തിൽ ഗോവിന്ദ് നമാഷ് പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം സഹകരണ മേഖലയെക്കുറിച്ചാണ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ സ്മൃതി പറഞ്ഞതും അതുതന്നെയാണ്. പക്ഷേ നോക്കൂ സ്മൃതി, നവകേരള സദസ്സ് കാലത്ത് ഒരുപാട് സദസ്സുകൾ ഈ പിണറായി വിജയൻ നടത്തി. വിദ്യാർത്ഥികളെക്കുറിച്ച് ഓരോ വിഭാഗത്തെ പങ്കെടുപ്പിച്ച് നടത്താത്ത ഒരേ ഒരു സദസ്സേ ഉള്ളൂ. അതിൻ്റെ പേര് സഹകരണ സദസ്സെന്നാണ്. എന്തുകൊണ്ടാണ് സഹകാരികളെ വിളിച്ചുകൂട്ടി അദ്ദേഹം പ്രത്യേകം സംസാരിക്കാതിരുന്നത്? സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു, ബാക്കിയെല്ലാം സംഘടിപ്പിച്ചു. കാരണം എന്താണ്? കരുവന്നൂർ വിഷയം അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സഹകരണ സദസ്സ് മാത്രമേ നടത്താത്തുള്ളൂ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സ് കാലത്ത്. പക്ഷേ അതിനുശേഷം ഈ പാർട്ടിയിൽ നമ്മൾ എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ജി സുധാകരൻ്റെ കവിത, അദ്ദേഹം പാർട്ടി നേതാവല്ലേ, ആ കവിത വായിക്കുന്ന ഒരാൾക്ക്, സുധാകരൻ്റെ നിലപാടുകളെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ധാരണ വരുന്നത് എന്തുകൊണ്ടാണ്? അത് ആ പാർട്ടി നേതാക്കൾ തരുന്നതല്ലേ. അപ്പം അത്തരമൊരു അവസ്ഥയിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് വ്യക്തിപൂജയിലേക്ക് ഈ പാർട്ടി മാറുന്നു, മുന്നണി എന്നുള്ള സംവിധാനത്തെ ഈ പാർട്ടി മറക്കുന്നു. പിന്നെ അത് മാത്രവുമല്ല, നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇവിടെ ജയേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയൻ മാത്രമാണ് ഒരു നേതാവ് എന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ നയിച്ചാലേ ജയിക്കൂ എന്ന് പറഞ്ഞു. ശരി, 5 ഉപതെരഞ്ഞെടുപ്പ് നയിച്ചത് അദ്ദേഹമല്ലേ? വയനാട്ടിൽ ഭൂരിപക്ഷം കൂടിയില്ലേ? മന്ത്രി കേളുവിൻ്റെ മണ്ഡലമടക്കം UDF തിരിച്ചു പിടിച്ചില്ലേ? പാലക്കാട് വൻ ഭൂരിപക്ഷം കിട്ടിയില്ലേ? ചേലക്കര ഭൂരിപക്ഷം കുറച്ചില്ലേ? പിണറായി വിജയനും കൂട്ടിനും തമ്പടിച്ചിട്ടാണ് ചേലക്കര 12,000 വോട്ടിന് ജയിച്ചെന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ അല്ല എൻ്റെ സുഹൃത്തെ ഇവിടെ നേതാവാകേണ്ടത്, പാർട്ടി നയങ്ങളാണ്. ആ നയങ്ങൾ എന്താണെന്ന് ഇപ്പം ഈ ആശാ വർക്കർമാരുടെ സമരം തിരിച്ചറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അത്തരമൊരവസ്ഥയിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ജനങ്ങൾക്കോ പാർട്ടി പ്രവർത്തകർക്കോ ബോധ്യം വരുന്നില്ല. ഇവിടെ പിണറായി വിജയനെ വിമർശിക്കാൻ പാർട്ടിക്കാർക്ക് പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സംവിധാനം അതിലേക്ക് അങ്ങനെ മാറിപ്പോയി എന്നുള്ളതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി രൂപീകരണം വരെ കാത്തിരിക്കാൻ ഇവർ തിരഞ്ഞെടുക്കുകയാണ് പ്രതിനിധികൾ. അല്ലാണ്ട് ആരെങ്കിലും ഒരാൾ കൈവക്കിട്ടല്ലല്ലോ പ്രസംഗിക്കുന്നത്. ഇവർ തിരഞ്ഞെടുക്കും. ഇപ്പം ഇന്ന് 47 പേരെ പ്രസംഗിച്ചു, അവരെ തിരഞ്ഞെടുത്തു പ്രസംഗിക്കാൻ. ആ 47 തിരഞ്ഞെടുക്കപ്പെടുന്ന 47 പേരെ ഏത് രീതിയിലാണ് സംസാരിക്കുക? അതാണ് പറഞ്ഞത്. പാർട്ടി ജനാധിപത്യവും ഉൾപാർട്ടി ജനാധിപത്യവും ഒന്നും ഇല്ല.
ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്താൻ കാരണം ഭരണ തുടർച്ചയിലുണ്ടായ അമിതാവേശമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പിണറായി വർഗ ഈ വിജയൻ്റെ ഭരണം കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് തിരിച്ചടി സംഭവിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവർ ഈ അവസാന കാലത്ത് വെപ്രാളപ്പെട്ട ചില പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതും പണമില്ലാത്തത് കൊണ്ട് കിടന്ന് വേവുന്നതും. ഇത്തരം ഒരവസ്ഥയിൽ അവരെ കൊണ്ടുവന്ന പദ്ധതികളൊന്നും നടപ്പാക്കാൻ പറ്റാത്ത ദരിദ്രാവസ്ഥയിലാണ് പാർട്ടിയും ഗവൺമെൻറ്റും എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ധനമന്ത്രിയെ പ്രത്യേകിച്ചെടുത്ത് പുകഴ്ത്തിയതും ശശികല ടീച്ചറെ പ്രത്യേകിച്ച് പരാമർശിച്ചതും. കാരണം എന്താ വെച്ചാൽ ശശികല ടീച്ചർക്കെതിരെ ഈ പാർട്ടി ഇടക്കാലത്ത് കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാകാനുള്ള ശശികല ടീച്ചറുടെ നീക്കത്തെക്കുറിച്ചൊക്കെ ചർച്ച വന്നപ്പോൾ പാർട്ടി എടുത്ത നിലപാടെന്താണ്? അവരെ സമ്മാനം മേടിക്കാൻ പോലും അവരെ സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ അവർ നല്ല പ്രവൃത്തി ചെയ്തു എന്ന് പറയുകയാണ് ഈ പാർട്ടി. അത്രേ ഉള്ളു കാര്യം. ശ്രീ ജോർജ് പൊടിപാറ 30 സെക്കൻഡിൽ പറയാമോ, ഇപ്പോൾ ഈ മുഴുവൻ പ്രതിനിധികൾ ആരൊക്കെയാണ് സെക്രട്ടേറിയറ്റിൽ വരിക എന്നടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ഇതിലൊരു അന്തിമ നിലപാട് പറയാനാകൂ എന്നാണ് ശ്രീകുമാർ പറയുന്നത്. താങ്കൾക്കും അതേ അഭിപ്രായമാണോ? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ശ്രീ ജയചന്ദ്രൻ ഞാൻ ഇത്തിരി ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടായതിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ശ്രീ പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യല്ല. ഇടതുമുന്നണിക്ക് ഒരു നേട്ടവും ഇല്ലെന്ന് പറയുകയല്ല. ചില നേട്ടങ്ങളില്ല എന്ന് പറയുന്നത് ചരിത്രത്തോടുള്ള നിഷേധമാണ്, ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആരോപണമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ശ്രീ പിണറായി വിജയന് കൊടുക്കുമ്പോൾ പരാജയങ്ങളുടെ ക്രെഡിറ്റ് കൂടി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കൊടുക്കണ്ടേ? അദ്ദേഹം അത് ഏറ്റെടുക്കണ്ടേ? ഇപ്പൊ ശ്രീകുമാർ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയം അദ്ദേഹം നേരിട്ട് നേതൃത്വം നൽകിയതാണല്ലോ. അവിടെ അദ്ദേഹം ഇല്ലാതിരുന്നിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയായിരുന്നു ക്യാപ്റ്റൻ. ഉപതെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തന്നെയായിരുന്നു ക്യാപ്റ്റൻ. തൃക്കാക്കരയിൽ എത്ര ദിവസം ക്യാമ്പ് ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ പരാജയങ്ങളും അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുണ്ട്. പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല. അദ്ദേഹം നേടിയ ഒരേ ഒരു വിജയം വെച്ചുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന് മാത്രമേ ഈ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയൂ. ഒരു പകരക്കാരനെ വളർത്തിയെടുക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു കുമ്പസാരം പോലെ ശ്രീ ജയചന്ദ്രൻ പോലും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ എവിടെയൊക്കെയോ പാർട്ടിക്ക് പിഴയ്ക്കുന്നുണ്ട്. ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരൊറ്റ നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പാർട്ടി സംവിധാനമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയാൽ, അങ്ങനെ മാറിയ കാലഘട്ടങ്ങളിലെല്ലാം ആ പാർട്ടികൾക്ക് എന്ത് സംഭവിച്ചിട്ട് ഉണ്ട് എന്ന് ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും. ശരി, വിമർശനങ്ങളിൽ എത്രത്തോളം തിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള അനുഭവം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ജോർജ് പൊടിപ്പാറ ചർച്ചയിൽ പങ്കെടുത്തതിന്.